നമുക്ക് ദോശ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ആകെ ഒരു ദോശ ഉണ്ടാക്കാനുള്ള മാവുള്ളൂ. ഞാൻ ചട്ടി ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ ഓയിലൊന്നും പാനിൽ തേക്കാനില്ല, കാരണം ഓൾറെഡി നമ്മുടെ പാൻ നോൺ സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ മാവ് മൊത്തം ഒഴിക്കുന്നു. എന്നിട്ട് ഈ ചട്ടിന് ഭയങ്കര ചൂടാക്കാൻ പാടില്ല ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് പരത്താം. ഭയങ്കരമായിട്ട് പ്രസ്സായിട്ടും ചെയ്യാൻ പാടില്ല, എന്നാൽ ലൈറ്റായിട്ടും ചെയ്യാൻ പാടില്ല. കുഞ്ഞു കുട്ടി ദോശ. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചെയ്യും. ദോശ ഒന്ന് ആക്കിയതിന് ശേഷം ഹീറ്റ് കുറച്ച് നന്നായി കൂട്ടിക്കോ, അപ്പോഴാണ് നല്ല മുരിഞ്ഞിട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ നോക്കി പറയാം, ഒരു എന്താ പറയുക, ദോശമാവൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ട് അതിങ്ങനെ പരത്താൻ നോക്കിയാലും അതിൻ്റെ സ്ട്രക്ചർ മാറില്ല. ഓക്കെ, ഇച്ചിരി ഓയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ള് ഓയിൽ ഇട്ടിട്ടാണെങ്കിൽ നല്ല മുരിഞ്ഞ് കിട്ടും, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. കാണുമ്പോൾ അറിയാം ബ്രൗൺ കളറായി വരുന്നുണ്ട്, കണ്ടോ? സൗണ്ടൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലും. ഇപ്പോൾ സൈഡിൽ നിന്ന് ദോശ വിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, പാനിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം, ഒന്ന് മുരിയാനായിട്ട്. നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴും ഈ ഒരു ട്വിസ്റ്റ് ചെയ്യണത് നല്ലതാണ്. ചിലരൊന്നും അത് മറിച്ചിടില്ല, മോസ്റ്റ്ലി ഹോട്ടൽസൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒന്ന് മറിച്ചിടും. അപ്പോൾ നല്ല ജസ്റ്റ് ഈ സൈഡിൽ എന്തെങ്കിലും പച്ചമാവ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്താ പറയുക, അടിപൊളി ദോശ റെഡി.